JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുള്ളൂ. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് മുഴുവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക്, അതുപോലെ തന്നെ ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഓരോ തസ്തികയും ഓരോ കാറ്റഗറി നമ്പർ അനുസരിച്ച് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന 18-ാം തീയതി വന്ന ഷോർട്ട് ലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 19-ാം തീയതി ബാക്കി മുഴുവൻ ഷോർട്ട് ലിസ്റ്റുകളും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെയിൻ എക്സാം ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ, മെയിൻ എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വിശദമായിട്ട് പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 724/2024, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 47 ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 284 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് ആണ്, കേരള ജനറൽ സർവീസ് ആണ്. സ്കെയിൽ ഓഫ് പേ 50-200, 1,05,300 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 47. അടുത്തത് 775/2024, അവിടെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 49 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 19 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് 49. 19/7/2025 അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA മുസ്ലിം സ്റ്റേറ്റ് വൈഡ് ആണ്, കേരള ജനറൽ സർവീസ് ആണ്. അടുത്തത് 777/2024, ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA വിശ്വകർമ്മ സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ 777/2024 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 20 പേരാണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 40.67 ആണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ടന്റ് 774/2024, 774/2024 ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA SC സ്റ്റേറ്റ് വൈഡ് ആണ്, കേരള ജനറൽ സർവീസ് ആണ്. അതിന് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 21 പേരാണ്. കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 38.67 ആണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ നമ്പറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 776/2024 ആണ്. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 20 പേരാണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവയാണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 47.67 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 20 പേരാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ നമ്പറുകൾ ഉണ്ടോ എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അടുത്തത് 723/2024, ഡിവിഷണൽ അക്കൗണ്ടന്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം ജൂനിയർ സൂപ്രണ്ടൻസ് ഓഫ് പബ്ലിക് വർക്ക്സ്, ഇറിഗേഷൻ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്, കേരള ജനറൽ സർവീസ് ആണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന 6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 2 പേരാണ് ഉള്ളത്. അതിൻ്റെ നമ്പർ അവരുടെ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 723/2024 കട്ട് ഓഫ് മാർക്ക് 6 ആണ് വന്നിട്ടുള്ളത്. അടുത്തത് കാറ്റഗറി നമ്പർ 725/2024 ആണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം എമോങ് UD ക്ലർക്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് including assistants of the administrative secretariat and the finance secretariat and the office of the Kerala Public Service Commission and auditors of the Kerala State Audit Department. അവിടെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 51 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 37.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ ലിസ്റ്റിലുണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ എക്സാം ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻ എക്സാം ഡേറ്റ് പേപ്പർ 1-ൻ്റെത് 1/9/2025 മൺഡേ ആണ്, 9 AM to 12:20 PM ആണ്.
പേപ്പർ 2ൻ്റെ 1/9/2025 മൺഡേ തന്നെയാണ്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞാണ് 1:30 PM ടു 4:50 PM ആണ്. പേപ്പർ 3 2/9/2025 ട്യൂസ്ഡേ ആണ്. 9 AM ടു 12:20 PM വരെയാണ് മെയിൻ എക്സാം ഡേറ്റ്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള, അതായത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ വാങ്ങേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായിട്ട് റാങ്ക് ഫയൽ ആ രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് മേടിക്കാവുന്ന തരത്തിൽ പരമാവധി മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളും റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വന്ന പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പരീക്ഷയെക്കുറിച്ചൊരു എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പരീക്ഷ എഴുതാൻ ഈ റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും കൃത്യമായിട്ട് തന്നെ റാങ്ക് ഫയൽ വാങ്ങാനും അത് കൃത്യമായിട്ട് പഠിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.